വളരെയേറെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ച് കന്യകമറിയാം ഗർഭകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ യൗസേപ്പിനെ സന്ദർശിക്കാനായിട്ട് പോകുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ നോക്കിയാൽ ചില ചെറിയ വാക്കുകളിലൂടെ മനുഷ്യരുടെ ആത്മാർത്ഥത വ്യക്തമാക്കുവാൻ ലൂക്കോസ് എവങ്കേലിയസ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വാക്കുകൾ ചെറുതായിരിക്കും, പക്ഷേ അത് നൽകുന്ന അതിൻ്റെ അർത്ഥ അനുഭവ തലം ആഴവും ശ്രേഷ്ഠവുമാണ്. കന്യകമറിയാം എലിസബത്തിനെ കാണാൻ പോയി എന്ന് രേഖപ്പെടുത്തുകയല്ലായിരുന്നു, ബന്ധപ്പെട്ട് മലനാടുകൾ കയറി പോയി. അപ്പോൾ ആ യാത്രയുടെ കാഠിന്യം വ്യക്തമാക്കുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന്, അതൊരു ബദ്ധപ്പാടിൻ്റെ യാത്രയായിരുന്നു. രണ്ട്, മലനാടുകളിൽ കൂടിയുള്ള യാത്രയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ബന്ധപ്പെട്ടു എന്ന് ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയും. ആട്ടിടയന്മാർ ലോകരക്ഷകന്റെ ജനനം അറിഞ്ഞ് അവർ ബേത്ലഹേമോളം ചെന്നു എന്നല്ല, ബേത്ലഹേമോളം ബന്ധപ്പെട്ടിരുന്നു. മരത്തിൻ്റെ മുകളിലിരിക്കുന്ന സക്കായിയെ കണ്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവ് സക്കായിയെ വിളിക്കുന്നു, സക്കായി, നീ വേഗം ഇറങ്ങി വരിക. സക്കായി ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, ദൈവാനുഭവങ്ങളിലെ ചില ബന്ധപ്പാടുകൾ അത് ആത്മീക മനുഷ്യർക്ക് ഭാരമല്ല, ജോയ്. അതൊരു സന്തോഷമാണ്. അതിലവർ ആനന്ദം കണ്ടെത്തുകയാണ്. അത് തങ്ങളുടെ ആധ്യാത്മികതയുടെ ദൈവീകതയുടെ ഒരു ഒരു പ്രത്യക്ഷപ്പെട്ട ലക്ഷണമായി അവർ കാണുകയാണ്. കന്യകമറിയാം ബന്ധപ്പെട്ട് മലനാട് കയറിപ്പോയി. ലോകരക്ഷിതാവ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ആട്ടിടയന്മാർ ബന്ധപ്പെട്ട് ബേത്ലഹേമോളം പോയി. സക്കായിയെ യേശു തമ്പുരാൻ വിളിച്ചപ്പോൾ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ചില ബന്ധപ്പാടുകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അത്യാവശ്യമാണ്. ഇതൊരു ഈസി ഗോയിങ് ആയിട്ടുള്ള ലാഘവ മനോഭാവത്തോടു കൂടിയുള്ള ഒന്നല്ല ആധ്യാത്മികതയുടെ വഴി എന്നുള്ളത് ഞാൻ ഒന്നാമത് ഓർമ്മിപ്പിക്കട്ടെ. ദൈവസ്നേഹവും ആ ദൈവസ്നേഹത്തിൻ്റെ തിരിച്ചറിവും ദൈവസ്നേഹത്തെ പ്രതി എന്ത് ബന്ധപ്പാടും സഹിക്കാൻ സന്നദ്ധമായിരിക്കും. ദൈവസ്നേഹം ആഴപ്പെടാത്തിടത്താണ് ബന്ധപ്പാടുകൾ ഭാരമായി മാറുന്നത്. ആത്മീകതയുടെ ദൈവീകതയുടെ ഒരാനന്ദമുണ്ട്, ദൈവീകതയുടെ ഒരു ലഹരിയുണ്ട്. അത് അനുഭവപ്പെടുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു ജ്വലനം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധപ്പാടുകളും ഒരാനന്ദം. രാവിലെ എഴുന്നേൽക്കുക, നമസ്കരിക്കുക, കുമ്പിടുക, നോമ്പ് നോക്കുക, അങ്ങനെ അങ്ങോട്ട് നോക്ക്. പലതും നമ്മൾ ഒഴിവാക്കുന്നത് ബന്ധപ്പെടാനുള്ള ഒരു മനസ്സിൻ്റെ കുറവാണ്. പ്രിയമുള്ളവരെ, അത്
ഒരു വലിയ സന്ദേശമായി നാം അത് കാണണം. രണ്ടാമത്, കന്യക മറിയാമിന് വേണമെങ്കിൽ ഈ യാത്ര ഒഴിവാക്കാം, ദൂരം പറയാം, യാത്രയുടെ ദുർഘടം പറയാം. മലനാട് കയറി ഉള്ള ഒരു യാത്രയാണ്. അതും ഗർഭസ്ഥ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഒരു സ്ത്രീ ഇത്രയും ത്യാഗം സഹിക്കുന്നു എന്നുള്ളത്, അവിടെയാണ് കന്യക മറിയാമിൻ്റെ ആ സൗഹൃദത്തിൻ്റെ ആത്മാർത്ഥത നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മാസത്തെ ഭാഷാഭൂഷണി എന്ന് പറയുന്ന മനോരമയുടെ പ്രസിദ്ധീകരണത്തിലെ കവർ സ്റ്റോറി മലയാളക്കരയിൽ, കേരളക്കരയിൽ ഈ സൗഹൃദങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞ അപകടകരമായ വിള്ളലുകളെയാണ് ഒരു പഠനക്കുറിപ്പായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആർക്കും ആരോടും അധികം അടുപ്പം തോന്നാൻ മനസ്സില്ല. അടുപ്പങ്ങൾ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പത്രങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. രണ്ട് കാരണങ്ങളാണ് ഈ സൗഹൃദങ്ങളിൽ നഷ്ടമായ ആ ആത്മാർത്ഥതയെക്കുറിച്ച് അതിൻ്റെ അകത്ത് പറയുന്നത്. ഒന്ന്, നവമാധ്യമങ്ങളുടെ അതിപ്രസരമാണ്. രണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ ബുദ്ധിയുടെ കാലം. പണ്ട് നാട്ടിൻപുറങ്ങളിൽ ബന്ധങ്ങളൊക്കെ, സൗഹൃദങ്ങളൊക്കെ എത്ര ഹൃദ്യമായിരുന്നു, എത്ര ഊഷ്മളമായിരുന്നു, എത്ര ആത്മാർത്ഥമായിരുന്നു. അടുത്ത് താമസിക്കുന്നവരെ പോലും അറിയാൻ പറ്റാതെ പോകുന്ന ഒരു ആധുനികതയുടെ ഒരു അപകടകരമായ സംസ്കാരം. ഇവിടെയാണ് കന്യക മറിയാം നൽകുന്ന രണ്ടാമത്തെ പാഠം. സൗഹൃദങ്ങൾ നിലനിർത്തുവാൻ, അതിന് ത്യാഗത്തിൻ്റെ ഏതറ്റം വരെയും പോകാൻ അമ്മ തയ്യാറായിരുന്നു. ഒറ്റപ്പെടലുകൾ നമ്മുടെ ഇടയിൽ വർദ്ധിക്കുകയാണ്. ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം ഒരല്പനേരത്തേക്കെങ്കിലും ഉണ്ടാകണമേ എന്നാഗ്രഹിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ഒറ്റപ്പെടലുകളും ഒറ്റപ്പെടുത്തലുകളും ശക്തമാകുന്ന ഈ കാലഘട്ടത്തിൽ അമ്മ ഊഷ്മള സൗഹൃദത്തിന് ഉത്തമ ഉദാഹരണമാണ്. 3 മാസക്കാലം എലിസബത്തിൻ്റെ കൂടെ പോയി താമസിച്ചു. എന്തിനാ എലിസബത്തിനെ കാണാൻ പോയത്? ചിലർ പറയും, ഈ മാലാഖ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരാണോ, സത്യമാണോ എന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ആരെയെങ്കിലും വിട്ട് അന്വേഷിപ്പിച്ച് വിവരം അറിയാമായിരുന്നു. അല്ല, നേരിട്ട് പോയി ബോധ്യപ്പെടണം എന്നുണ്ടായിരുന്നെങ്കിൽ പോയി കണ്ടു, ക്ഷീണം തീർത്തു, മടങ്ങിപ്പോരാമായിരുന്നു. 3 മാസക്കാലം അവളുടെ കൂടെ പാർത്തു എന്ന് പറയുമ്പോൾ സാന്നിധ്യം മാത്രമല്ല പ്രിയമുള്ളവരെ, ഒരു സേവന ശുശ്രൂഷയ്ക്ക് കൂടി അമ്മ തയ്യാറാകുകയായിരുന്നു. 6 മാസം ഗർഭിണിയായ, അതും വാർദ്ധക്യത്തിൽ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ കൂടെ ഒരു യുവതി 3 മാസം പാർക്കുമ്പോൾ ആ സാന്നിധ്യം നൽകുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു പങ്കിടിയിലുണ്ട്, സേവനത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു ആത്മാവുണ്ട്. അതുകൊണ്ടാണല്ലോ ഇംഗ്ലീഷിൽ പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആരാ ഒരു സ്നേഹിതൻ? എ ഫ്രണ്ട് ഇൻ നീഡ്.
ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. ആപത്തിൽ ഉപകരിക്കപ്പെടുന്നവനാണ് യഥാർത്ഥമായ സ്നേഹിതൻ എന്ന്. അതിന് അല്പം സമയം കളയേണ്ടി വരും. സ്വന്തം കാര്യങ്ങൾ ചിലപ്പം മാറ്റിവെക്കേണ്ടി വരും. കന്യകമറിയാം തൻ്റെ കാര്യം മാത്രമാണ് നോക്കിയിരുന്നതെങ്കിൽ ഒരിക്കലും ഈ യാത്രയ്ക്ക് മുതിരുകയില്ലായിരുന്നു. എൻ്റെ ആരോഗ്യം, എൻ്റെ സുരക്ഷിതത്വം എൻ്റേത് എന്ന് മാത്രമുള്ളൊരു ചിന്തയായിരുന്നെങ്കിൽ ഒരിക്കലും ത്യാഗപൂർണമായ ഈ ഒരു യാത്രയ്ക്കും ഈ ഒരു സാന്നിധ്യത്തിനും ഈ ഒരു സേവനത്തിനും കന്യകമറിയാം മുതിരുകയില്ലായിരുന്നു. ഇതൊക്കെ ആധ്യാത്മികതയുടെ രംഗങ്ങളിലെ മാനുഷിക ഭാവങ്ങൾ നാം കാണേണ്ടതാ, നാം പഠിക്കേണ്ടതാ, നാം പകർത്തേണ്ടതാ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. നിങ്ങൾ വിക്ടോറിയ രാജ്ഞിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ക്യൂൻ വിക്ടോറിയ. വിക്ടോറിയ രാജ്ഞി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിൽ ഒരു സാധാരണ പട്ടാളക്കാരൻ മരിച്ചു. സാധുവായൊരു പട്ടാളക്കാരനാണ്. മരിച്ച വിവരം വിക്ടോറിയ രാജ്ഞി എങ്ങനെയോ അറിയാൻ ഇടയായി. രാജ്ഞി ഉടനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ മരിച്ച പട്ടാളക്കാരനെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഹാജരാക്കാൻ. അതിന് നിയോഗിതനായ ഉദ്യോഗസ്ഥൻ പോയി ഈ മരിച്ച പട്ടാളക്കാരനെ കുറിച്ച് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് ഒറ്റ വാചകമേ ഉണ്ടായിരുന്നുള്ളൂ: ദി ഓൺലി സൺ ഓഫ് എ പുവർ വിഡോ. സാധുവായ ഒരു വിധവയുടെ ഏക മകൻ, അവനാണ് ഈ യുദ്ധത്തിൽ അപകടത്തിൽ മരിച്ചത്. വിക്ടോറിയ രാജ്ഞിക്ക് വേണമെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിയിൽ ആ വിധവയ്ക്ക് പ്രതിമാസ പെൻഷൻ ഇത്ര രൂപ വീതം കൊടുക്കണം എന്നൊരു ഓർഡർ ഇട്ടങ്ങ് തീർക്കാമായിരുന്നു. വിധവ ഈ വിക്ടോറിയ രാജ്ഞി വിധവയുടെ വീട്ടിൽ പോയി അല്പസമയം ആ വിധവയുടെ കൂടെ ഇരുന്നു. വിധവയുടെ മകൻ മരിച്ച വാർത്ത നാട്ടിൽ പരന്നു. ഒരു മനുഷ്യൻ പോലും ആ വീട്ടിൽ തിരിഞ്ഞു കയറാൻ ഇല്ലായിരുന്നു. പക്ഷെ വിക്ടോറിയ രാജ്ഞി വന്ന് പോയപ്പോൾ എല്ലാവരും കൂടെ മഴവെള്ളം എരച്ചു വരുന്നത് പോലെ ഇടിച്ചെരച്ച് ആ വീട്ടിൽ ചെന്നിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, എന്നോ കിട്ടിയടി എന്ന്. അതായിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത്. വിധവ പറഞ്ഞു, എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ എന്തിനാടി രാജ്ഞി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അത് വേണമെങ്കിൽ ഞാൻ പറയാം. ആ വിധവ തനിക്കുണ്ടായ അനുഭവം എരച്ചു വന്ന ജനസമൂഹത്തോട് പറഞ്ഞു. She simply put her hands on my shoulder. We sat together, we wept together, and she went back. വിധവ എന്താ പറഞ്ഞത്? വിക്ടോറിയ രാജ്ഞി 2 കരങ്ങളും എൻ്റെ തോളിൽ വെച്ചു. ഞാൻ അറിയാതെ അവിടെ അങ്ങ് ഇരുന്നു പോയി. ഞാൻ ഇരുന്നിടത്ത് എൻ്റെ കൂടെ വിക്ടോറിയ രാജ്ഞി ഇരുന്നു. കരഞ്ഞ എൻ്റെ കൂടെ ഇരുന്ന് വിക്ടോറിയ രാജ്ഞി കരഞ്ഞു. അവർ മടങ്ങിപ്പോയി. പിന്നെ ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തു. അതല്ല വിഷയം. ഈ സാധുവായ വിധവയുടെ വീട്ടിൽ ചെന്ന് അവളുടെ വേദനയിൽ തന്നാൽ കഴിയുന്ന വിധത്തിൽ പങ്കാളിയാകുവാനുള്ള വിശാല ഹൃദയം വിക്ടോറിയ രാജ്ഞിക്കുണ്ടായിരുന്നു. ആത്മീകതയുടെ ദൈവീകതയുടെ മറ്റൊരു അടയാളപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ, വേദനിക്കുന്നവരോടുകൂടി വേദനിക്കുവാൻ, അവരുടെ വേദനയിൽ പങ്കാളികളാകുവാൻ, തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സമാശ്വാസനം പകരുവാൻ. അമ്മയുടെ ജീവിതം നമുക്കും ഉദാത്ത മാതൃകകളാണ്. 2 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവീകതയുടെ ലക്ഷണം ചില ബന്ധപ്പാടുകളിൽ
അതിന് നമ്മെ പ്രേരിപ്പിക്കും.